നമുക്ക് മനസ്സ് மற்றும் ദേഹം രണ്ടും കൊണ്ടാണ് മനുഷ്യന്മാർ. നമുക്ക് കിട്ടുന്ന എല്ലാ സകല നന്മകളും നമ്മളെ സൃഷ്ടിക്കുന്ന നമ്മളുടെ ദൈവത്തിൻ്റെ അടുത്ത് നിന്നാണ്. നമുക്ക് കിട്ടുന്ന ആ ഒരു സമാധാനം, ഒരു ആശ്വാസം മനസ്സിന് ദൈവത്തിൻ്റെ മാത്രമേ തരാൻ കഴിയൂ. നമ്മളുടെ മനസ്സ് അവിടെ ചിന്തിക്കുമ്പോൾ, അതായത് പ്രശ്നങ്ങൾക്ക് ഉത്തരം ചോദിക്കുമ്പോഴാണ് അവിടെ കിട്ടുന്നത് ദൈവത്തിൻ്റെ വാക്കുകൾ കൊണ്ട് ആ ഉത്തരം നമുക്ക് ഏൽക്കാൻ കഴിയുന്നുണ്ട്. ഇല്ലെങ്കിൽ ആ മനസ്സ് ഏൽക്കില്ല. ആ മനസ്സ് നിരാകരിക്കും. ആ മനസ്സ് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയും. അസമാധാനം ഉണ്ടാകുമ്പോൾ എന്നെ കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്താലും ഫോക്കസ്ഡ് ആയിട്ട് ഒരേ മനസ്സോട് ഞങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ആ മനസ്സിന് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. ദൈവത്തിൻ്റെ വഴി എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് എന്ന് പറയുമ്പോൾ, ഉള്ളിലിരുന്ന് വരുന്ന വാക്കുകൾ, അതിലുള്ള തെളിവുകൾ, ഇതാണ് ദൈവത്തിൻ്റെ വാക്ക്. അത് മനസ്സിലാക്കാൻ കഴിയും മനസ്സെ കൊണ്ട്. പുറത്ത് അത് കാണാൻ കഴിയില്ല. അകത്താണ് അത് ഉള്ളത്. തെറ്റ് ചെയ്യുമ്പോൾ ഇത് തെറ്റ് എന്ന് പറയുന്നതും, നന്മ വരുമ്പോൾ ഇത് ദൈവത്തിൻ്റെ അടുത്ത് നിന്നാണ് എന്ന് തിരിച്ചറിയുന്നത്, ഇതൊക്കെ ഉള്ളിലിരുന്ന് വരുന്ന വാക്കുകളാണ്. ആരും ഇതിനെ മാറ്റാൻ കഴിയില്ല. നമുക്ക് തന്നെ അതിൻ്റെ വഴികൾ കണ്ടെത്താൻ കഴിയില്ല. നിങ്ങൾ അതിനെ ശ്രമിച്ചാലും പറ്റില്ല. അങ്ങനെ ഒരു രീതിയിലാണ് ദൈവം ഈ ജീവിതം നമുക്ക് കൊടുത്തിട്ടുള്ളത്. ജീവിതം എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ അല്ല. എന്നെ പടച്ചോനെ, അവനെയാണ് ഞാൻ വണങ്ങാൻ പോകുന്നത്, പ്രാർത്ഥിക്കുന്നത് എന്നെ പടച്ചോനെ. ജീവിതം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ആദ്യം തുടങ്ങിയത് നിങ്ങളുടെ അമ്മമാർ വയറ്റുകളിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം തുടങ്ങിയത് അവിടെ നിന്നാണ്. അത് ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് അവിടെ. അവരുടെ ശരീരങ്ങളിലുള്ളിൽ നിങ്ങളെ നിലനിർത്തിയതും നിങ്ങളെ 10 മാസം കൊണ്ട് അവിടെ വളർത്തി എടുത്തതും ഞാനാണ് എന്നാണ് ദൈവത്തിൻ്റെ വാക്ക്. പിന്നെ പുറത്തു വരുമ്പോൾ, പിറന്ന് ഈ ഭൂമിയെ കാണുമ്പോൾ, നമ്മൾ നമ്മളുടെ സ്വന്തം അറിവ് കൊണ്ട് ജീവിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോഴാണ് കഷ്ടങ്ങൾ തുടങ്ങുന്നത്. ആ കഷ്ടം എൻ്റെ അറിവ് പറയുമ്പോൾ അതിലുള്ള നന്മ തീമകളെ ഞാൻ വ്യത്യാസപ്പെടുത്തണം. രണ്ടും ഒന്നല്ല, സമമല്ല, വേറെ വേറെയാണ് നന്മകളും തിന്മകളും. ഇത് രണ്ടും എന്നെ കൊണ്ട് കാണാൻ കഴിയുന്നുണ്ടോ, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ, അതിന് എനിക്ക് ദൈവത്തിൻ്റെ വഴി, അവൻ്റെ വാക്കുകൾ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ആ ഒരു ശക്തി
ദൈവത്തിൻ്റെ അടുത്തിരുന്നാണ്. ദൈവം പറയുമ്പോൾ അത് വാക്കുകളായിട്ടാണ് അവിടെ ഉള്ളത്. രൂപം അവിടെ ഇല്ല, കാഴ്ചയില്ല. കാഴ്ചകൾ കൊണ്ട് നിങ്ങളുടെ ദൈവത്തിനെ നിങ്ങൾ കാണാൻ കഴിയില്ല. കെട്ടിടങ്ങളായിട്ട് നമ്മൾ ഏത് കൊണ്ട് അവിടെ കാഴ്ചയായിട്ട് നമ്മൾ നിലനിർത്തിയിട്ടുള്ളത്, അത് നിങ്ങൾക്ക് വഴി കാട്ടില്ല. അപ്പൊ ഇത്രക്കാലം നിങ്ങൾ അതിനാണ് ചെയ്യുന്നത്, അവിടെയാണ് നല്ല പോകുന്നത്. ഇന്നും കുറെ പേർ അവിടെ പോകുന്നുണ്ടല്ലോ, എന്തിനാണ് എന്ന ചോദ്യം വരുമ്പോൾ അത് നിങ്ങളുടെ സിസ്റ്റം, നിങ്ങളുടെ മതം, നിങ്ങളുടെ ജാതി, നിങ്ങളുടെ മനുഷ്യന്മാർ ഒരു കൂട്ടമായിട്ട് നിങ്ങളത് ചെയ്തുകൊണ്ടതാണ്. പക്ഷെ ദൈവം അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. എവിടെയെങ്കിലും ദൈവം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു റൂം വേണം, എനിക്ക് ഒരു ബിൽഡിംഗ് വേണം, എനിക്ക് ഒരു പാലസ് വേണം എന്ന് ദൈവങ്ങൾ പറയൂ? ദൈവം അങ്ങനെ പറയാനുണ്ട്? ഇത്തിരി നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിൽ കഷ്ടമൊന്നുമില്ല. ഇത്തിരി അതിൻ്റെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ചിന്തിക്കുമ്പോഴാണ് ഉത്തരം കിട്ടും. പിന്നെ പടച്ചോനെ, ഞാനൊരു കെട്ടിടങ്ങൾ കൊണ്ട് ഇവിടെയാണ് ഉള്ളത്, ആ സ്ഥലത്തിന് ഈ സമയത്ത് ഈ ദിവസത്തില് ഞാൻ അവിടെ എത്തണം, അവിടെ ഇരിക്കണം, അപ്പോഴാണ് എനിക്ക് അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഒരു എണ്ണങ്ങളിൽ നമ്മളുടെ മനസ്സിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മളുടെ ജീവിതം അതിനെ മനസ്സിലാക്കിയത് എന്ന് ചിന്തിക്കണം. ഇത് ശരിയാണോ? ദൈവം പറയുന്നുണ്ട്, ഇങ്ങനെ അല്ല, ഞാൻ നിങ്ങളുടെ അകത്താണ്, നിങ്ങളുടെ വാക്കുകളായിട്ട് ഉള്ളിലിരുന്ന് നിങ്ങളുടെ മനസാക്ഷി തൊട്ടടുത്ത് നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ പ്രാണം, അതിൻ്റെ തൊട്ടടുത്താണ് ഞാൻ ഉള്ളത്. എനിക്കറിയാം എന്താ അടുത്ത് നടക്കാൻ പോകുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതിനു മുമ്പ് നടന്നതും എല്ലാം. ഇപ്പോഴാണ് നമ്മൾ ആ നന്മകളിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ഓരോരോ മനുഷ്യന്മാർക്കും അവരവരുടെ ഉള്ളിൽ വാക്കുകളായിട്ട് ദൈവം പറയുന്നുണ്ട്, വഴികാട്ടുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവമുള്ളത്, നന്മயான വഴികളിൽ. പക്ഷെ നമ്മൾ അതിനെ ഉപദ്രവിച്ച്, ആ നന്മയെ ഉപദ്രവിച്ച് എൻ്റെ വഴി കൊണ്ട് ഞാൻ ജീവിക്കാം, എനിക്കറിയാം എന്ന് പോകുമ്പോഴാണ് അഹങ്കാരം അത് കൂടി നമ്മളുടെ അഴിവിന് നമ്മൾ തന്നെ കാരണമാകുന്നുണ്ട്. ദേഹത്തിന് അഴിവ് മാത്രമല്ല, മനസ്സിനും. വേദന എന്ന് പറയുന്നത് ദേഹത്തിനല്ല, മനസ്സിനാണ്. സമാധാനം എന്ന് പറയുമ്പോൾ ദേഹത്തിനല്ല, മനസ്സിനാണ്. സുഖം എന്ന് പറയുമ്പോൾ ദേഹത്തിനല്ല, മനസ്സിനാണ്. പക്ഷെ നമ്മളുടെ ദേഹത്തിന്റെ സുഖത്തിനെ തേടി, ദേഹം വഴിയിലാണ് നമ്മളുടെ കഷ്ടങ്ങൾ തീരാൻ പോകുന്നത്. ഇന്നും എൻ്റെ ജീവിതം ദേഹത്തിനെ കൊണ്ട് മാത്രമാണ് എന്ന് പറയുമ്പോൾ ദേഹം മാത്രമല്ല, നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ദേഹത്തിനെ വഴി നടത്തുന്നത്. ആ മനസ്സിന് വഴി നടത്തുന്ന ദൈവത്തിന്റെ വാക്ക് അത് ഉള്ളിലുണ്ട്. ഉണരണം, ഉണർവായിട്ട് ഉണരുന്ന ഓരോരോ കാര്യങ്ങളും ദൈവത്തിന്റെ വാക്കാണ്. എന്നെ നാവ് കൊണ്ട് പറയുന്നതും മനസ്സിലിരുന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ്.
എൻ്റെ വിചാരം, എൻ്റെ ചിന്തകൾ, എൻ്റെ മനസ്സിലാക്കുന്ന ശക്തി, ഇവയൊക്കെയാണ് എന്നെ നേർവഴിയിൽ മനുഷ്യനായിട്ട് എന്നെ വഴി നടത്താൻ പോകുന്നത്. ഇതുവരെ തെറ്റായിട്ടിരുന്നെങ്കിൽ ദൈവം പറയുന്നത് കുഴപ്പമില്ല, ഇനി മുമ്പിൽ വരാൻ പോകുന്നത് ശ്രദ്ധിക്കുക. അതിൽ തിരക്ക് കൂട്ടരുത്. ഏതൊരു കാര്യത്തിനും തിരക്ക് വേണ്ട. ചെയ്യുന്നത് ശരിയായിട്ട് ചെയ്തിട്ട് വരി. അതിലിരുന്ന് നിങ്ങൾക്ക് വഴികൾ കിട്ടും. ആ വഴികൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം നന്മകളായിട്ട് നിങ്ങൾ മാറാൻ വേണ്ടി ദൈവം നിങ്ങളെ നന്മയായ വഴികളിൽ അവൻ നിങ്ങളെ കൊണ്ടുപോകും. എപ്പോഴാണ് നടക്കാൻ പോകുന്നത്? എനിക്കിപ്പോൾ തന്നെ വേണം, എനിക്കിപ്പോൾ തന്നെ നടക്കണം, ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉയർന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊള്ളണം. ആകത്തില്ല. ദൈവത്തിനെ കൊണ്ട് സാധ്യം, പക്ഷെ നിങ്ങൾ അതിന് തിരക്ക് കൂട്ടുമ്പോൾ അപ്പൊ നിങ്ങളുടെ പ്ലാൻ വേറാണ്. സോ നിങ്ങളുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ അതെനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം സുഖമാകും എന്നാണ്. പക്ഷെ ദൈവം പറയുന്നത് അത് തരുന്നത് ഞാനാണ്, നീ എന്നെ പിന്തുടരണം. ആ വസ്തുവിന് ആ ഒരു കാഴ്ചകൾ കൊണ്ട് കാണുന്ന ഏതായാലും ശരി, അതിൽ ഞാനില്ല എന്നാണ് ദൈവം പറയുന്നത്. എന്തിനാണ് അവരുടെ ഒരു മനസ്സിൽ ഉള്ള ഒരു ആഗ്രഹം, ഒരു മനസ്സിലുള്ള ഒരു കാര്യം എന്തിനാണ് നടക്കാതെ ഉള്ളത് എന്ന് വെച്ചാൽ അത് നടക്കാൻ നാം ദൈവത്തിൻ്റെ അടുത്താണ് പ്രാർത്ഥിക്കേണ്ടത്. അതല്ലാതെ ആ കാര്യത്തിനെ നടത്തിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ പുറകോട്ടും മനുഷ്യരുടെ കൊണ്ടും പണത്തിനെ കൊണ്ടും നിങ്ങളുടെ സ്റ്റേറ്റസ്, നിങ്ങളുടെ അധികാരം കൊണ്ടും നിങ്ങളതെ നടത്തിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ദൈവം നിങ്ങൾക്ക് തടസ്സമായി കൊണ്ടുവരുന്നത്. കാരണം തനിച്ച് നിങ്ങളുടെ കാര്യങ്ങളിൽ നടത്തിപ്പിക്കാൻ ദൈവത്തിന് ശക്തിയുണ്ട്. പക്ഷെ നമ്മൾ ആ ദൈവത്തിനെ ഉപദ്രവിച്ചത് കൊണ്ട് അവൻ അവിടെ തടസ്സം കൊണ്ടുവരുന്നുണ്ട്. അപ്പോ നമ്മളുടെ മനസ്സിൽ ആ എണ്ണങ്ങളിൽ എന്തിനാണ് ഇതിങ്ങനെ നടക്കുന്നത്, എൻ്റെ കാര്യങ്ങൾ എന്തിനാണ് നടക്കുന്നില്ല, മുമ്പോട്ട് പോകുന്നില്ല. അപ്പൊ നന്മകൾ നടത്തി ഇതുവരെ നിങ്ങളെ കൊണ്ടുവന്നതും ഇപ്പൊ നന്മകൾ നടത്തേണ്ടിയിരിക്കുന്നതും ആരാണ്? എനിക്ക് കിട്ടിയിട്ടില്ല, നടന്നില്ല, ആവത്തില്ല, എന്നെ കൊണ്ട് വയ്യ, ഇത് നിങ്ങൾ പറയുമ്പോൾ ഇതുവരെ നിങ്ങളുടെ വഴികളിൽ നന്മകൾ കൊണ്ട് നിങ്ങളെ നടത്തിയത് ആരാണ്? ഉത്തരം ദൈവം. ആ ദൈവത്തിന്റെ വഴിയിലാണ് ഇനി ഇപ്പോ മനസ്സിലാവുന്നുണ്ട്, അത് നമുക്ക് നന്മകളാകും, തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇന്നും കൂടുതലായിട്ട് ആ നന്മകളിൽ എപ്പോൾ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് നിങ്ങളത് അതിൻ്റെ കാര്യത്തിൽ നിങ്ങളത് വിട്ട് ദൂരമായി, മനുഷ്യരെ വിട്ട് ദൂരമായി, നിങ്ങളുടെ അധികാരം കൊണ്ട് കഴിയുന്നില്ല, എന്നെ കൊണ്ട് നടത്തിപ്പിക്കാൻ കഴിയുന്നില്ല, എന്നെ കൊണ്ട് ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ആവത്തില്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ സഹായം അവൻ നിർണയിത്താൽ, അവൻ്റെ ഓർഡർ, കമാൻഡ് ഞാൻ നടത്തും എന്നാണ്. ആഗ്രഹമായി ഇരിക്കട്ടെ, എന്തൊരു കാര്യങ്ങളും ഇത് ഈ ദിവസം നടക്കണം, ഇങ്ങനെ നടക്കണം, അങ്ങനെ നടക്കണം എന്നല്ലാതെ ആഗ്രഹമായി നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ആ ആഗ്രഹം നിങ്ങളുടെ വഴി നടത്തും. ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ കൊണ്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടരുത് എന്ന് നിങ്ങളെ
നിങ്ങളുടെ വഴികളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ. വഴി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിന്റെ വഴിയാണ്. എനിക്ക് വഴിയില്ല, എനിക്ക് ചെയ്യാൻ അറിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലാണ് അതൊക്കെ. അപ്പൊ നിങ്ങളറിയാത്തത് ദൈവത്തിനറിയാം എന്ന ആ ഒരു പണിവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. അടങ്ങി നമ്മൾ ദൈവത്തിന്റെ മുൻപ് എപ്പോഴും ഉണ്ടാവണം. അവന്റെ വാക്കുകളെ കേൾക്കുന്നവരായി നാം മാറണം. അതല്ലാതെ എപ്പോൾ നമ്മളുടെ ഗുണങ്ങളിൽ തിരക്ക്, അഹംഭാവം എന്ന് പറയുന്നത് എനിക്കെല്ലാം അറിയാം, എന്നെ കൊണ്ട് കഴിയും, ഞാൻ ചെയ്യും, ഇതാണ്. പക്ഷെ എനിക്കറിയില്ല, അതിനാണ് എൻ്റെ കഷ്ടം. എൻ്റെ കൈകൾ കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കുന്നുണ്ട്. ദൈവമേ എന്നെ ക്ഷമിക്കുക. ഉള്ളിൽ തന്നെ, മനസ്സിൽ ആർക്കും അറിയില്ല. പുറത്തും നിങ്ങൾ എവിടെയും പോകേണ്ട, അകത്ത് തന്നെ എല്ലാം. എൻ്റെ മനസ്സിൽ ഉള്ള പാവങ്ങളിൽ ചെയ്തത് ഇതുവരെ എന്നെ പുറത്ത് ക്ഷമിച്ച് ഇനി നന്മயான വഴികളിൽ എന്നെ ജീവിക്കാൻ ഇനി വഴി നടത്തണമേ എന്ന ഈ പ്രാർത്ഥന നമ്മൾ മനസ്സിൽ വരണം. അപ്പോഴാണ് ദൈവത്തിന്റെ സഹായം നിങ്ങൾക്ക് വരാൻ തുടങ്ങും. ഇപ്പോഴും നിങ്ങൾ സഹായം ചോദിച്ച് ദൈവത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല, ക്ഷമ ചോദിച്ചിട്ടില്ല, ആയാലും ദൈവം ക്ഷമിക്കുന്നുണ്ട്. ഇപ്പൊ കിട്ടിയ തെളിവ് കൊണ്ട് ഇന്നും നമ്മൾ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നും നന്മകൾ കൂടുതലായിട്ട്, ആ നന്മകൾ മനസ്സിന് പുറത്ത് കാണാൻ കഴിയില്ല. പുറത്ത് അത് വരുമ്പോഴും നിങ്ങൾക്കായ ഒരു കാര്യങ്ങൾ അവിടെ നന്മകളിൽ നടക്കുമ്പോഴും നിന്റെ മനസ്സ് സമാധാനമായിട്ട് അത് ദൈവത്തിനെ നോക്കി നന്ദിയോടെ അവന്റെ വഴികളിൽ ഞാൻ ദൈവത്തിനെ ഓർക്കുന്നുണ്ട്. ഒരു കാര്യം നന്മയായിട്ട് നടക്കുമ്പോൾ ഈ ഓർപ്പിക്കുന്ന സമയം, ആ ക്ഷണം നിങ്ങളുടെ മനസ്സ് സമാധാനം അടയുന്നുണ്ട്. ദൈവത്തിനെ എപ്പോഴെല്ലാം നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഓർക്കണം. മറന്നതിനെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുസ്തകം കൊടുത്തിട്ടുള്ളത്. പുസ്തകം എന്ന് പറയുന്നത് മനസാക്ഷി, തവറ് ചെയ്യരുത്, നന്മകളിൽ ജീവിക്കുക എന്ന് നിങ്ങളെ വഴികാട്ടുന്ന ആ ഒരു പുസ്തകം, വേദം, ഗ്രന്ഥം, എന്ത് പറഞ്ഞാലും തവറായി നിങ്ങൾ ചെയ്യരുത്, തെറ്റ് ചെയ്യരുത്, നന്മകളിൽ നിങ്ങൾ ജീവിക്കുക എന്ന് നിങ്ങളെ വഴി നടത്തുന്ന ആ ഒരു ശക്തി ദൈവം എന്ന് പറയുന്നത്. ഇപ്പോ ദൈവം നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നമ്മളുടെ കാര്യമെല്ലാം, നമ്മൾ ചെയ്യേണ്ട പണി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉള്ളിൽ അവന്റെ വാക്കുകളിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കുഴപ്പമില്ല. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തെളിവ് ഉള്ള കാര്യങ്ങളിൽ ചെയ്തു വരി. അറിയുന്നത് ചെയ്താൽ മതി. ഇപ്പോ അറിയുന്നത് ചെയ്യുമ്പോ അതിന്റെ നോളേജ് എക്സ്പാൻഡ് അടങ്ങാകുന്നുണ്ട്. അതിന്റെ വഴി. ഇപ്പോ ഒരു കച്ചവടം ചെയ്യുന്നുണ്ട്, എനിക്ക് കഷ്ടമായിട്ടുണ്ട്, നഷ്ടം ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പോ ദൈവം നിങ്ങളുടെ ലാഭത്തിനെ കൂട്ടുന്നുണ്ട്. അപ്പോ ഇത് അനുഗ്രഹമായിട്ട്, ഇപ്പൊ ഇതെന്റെ ദൈവത്തിന്റെ അടുത്തിരുന്നാണ് എന്ന് ഞാൻ ഉറപ്പിക്കണം. അല്ലാതെ ഇത് എന്റെ അടുത്തിരുന്നാണ് ഞാനാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് കഷ്ടമാണ്, വീണ്ടും നിങ്ങൾക്ക് നഷ്ടത്തിൽ പോകാൻ സാധ്യതകൾ ഉണ്ട്.
സാധ്യതയില്ല. ഉറപ്പായിട്ട് നിങ്ങൾ നഷ്ടത്തിന് പോകും. എപ്പോൾ ദൈവം എനിക്ക് കൊടുത്തിട്ടില്ല, എൻ്റെ കൈകൾ കൊണ്ടാണ് ഞാൻ ഈ ലാഭം കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ, ലാഭം നഷ്ടം, ലാഭം വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം, നിങ്ങളുടെ മനസ്സിൽ സന്തോഷമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ട്. പക്ഷെ സമാധാനം കെടാൻ പാടില്ല. സന്തോഷം കൂടുതലായി നമ്മൾ വേണ്ട. ഭയഭക്തി, ഇപ്പോഴാണ് ഈ ഭയഭക്തി നമ്മളുടെ മനസ്സിൽ. ഇതൊക്കെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവന്റെ വഴി വരുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ മറന്നത്, മറക്കടിക്കാൻ പറ്റത്, മറക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? ഇപ്പോ കഴിവില്ല, നമ്മൾക്ക് കഴിവില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിന് കഴിവുണ്ട് അല്ലേ? ഇപ്പൊ ദൈവത്തിന് കൊണ്ടോ കഴിവുണ്ടോ? കഴിവില്ല. ഇതിലേതാണ് സത്യം? കഴിയും. ദൈവത്തിനെ കൊണ്ട് മാത്രം കഴിയും. അങ്ങനെയെങ്കിൽ ഈ കേട്ടതിനെ നാം എത്രയ്ക്ക് ഇത് മനസ്സിലായിട്ടുണ്ടോ അത്രയ്ക്ക് ഇതിനെ വിശ്വസിക്കണം. നിങ്ങളുടെ ദൈവത്തിനെ. വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നന്മകൾ. വിശ്വസിക്കുന്നവർക്ക് ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവമുണ്ട്. എൻ്റെ മനസ്സിൽ അവൻ എനിക്ക് സമാധാനം തരും. ആ സമാധാനം എനിക്ക് നന്മകൾ കൊണ്ട് ജീവിക്കുന്ന ആ വഴി, ഒരു അസുഖമില്ലാതെ, ഒരു രോഗമില്ലാതെ. അസുഖം മനസ്സിലാണ്. മനസ്സിന്റെ രോഗമാണ് നിങ്ങളുടെ ദേഹത്തിൽ വരാൻ പോകുന്നത്. എങ്ങനെ നാം ദൈവത്തിനെ പ്രാർത്ഥിക്കണം എന്ന് ദൈവം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതൊരു പഠിത്തമാണ്. അവന്റെ വഴികളിൽ ജീവിക്കുന്ന ഒരു കോഴ്സ് ഓഫ് ലിവിങ്. ഇതിന് ഫീസ് ഇല്ല, ഇതിന് സിലബസ് ഇല്ല, ഇതിന് ടെസ്റ്റ് ഇല്ല, എക്സാം ഇല്ല, മാർക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ടാവും ദൈവത്തിന്റെ അടുത്തിരുന്ന്, അതായത് ശോധന. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് നമ്മൾ പാസ്സാവണം. എങ്ങനെ? പ്രാർത്ഥന കൊണ്ട്, നന്മകളിൽ. ദൈവമുണ്ട്. ദൈവം നമ്മളെ വഴി നടത്താനും നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ജീവിപ്പിക്കാനും ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ദൈവം മതി നമുക്ക്.